ശരിയാണോ കാണാൻ? കറക്റ്റ് ആണ് മാതാജി പൊസിഷൻ? കറക്റ്റാ മാതാജി. നമുക്ക് രാത്രിമാതാവിനെ പ്രാർത്ഥനയോടുകൂടെ തുടങ്ങാം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ. ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി ജയ ഗോപീജന വല്ലഭ ജയ ഗിരിവരധാരി ജയ ഗിരിവരധാരി ജയ യശോദനന്ദന ജയ വ്രജജനരഞ്ജന ജയ യശോദാനന്ദന വ്രജജനരഞ്ജന യമുന തീര വനചാരി ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി ജയ ഗോപീജന വല്ലഭ ജയ ഗിരിവരധാരി ജയ ഗിരിവരധാരി ജയ യശോദനന്ദന ജയ വ്രജജനരഞ്ജന ജയ യശോദാനന്ദന വ്രജജനരഞ്ജന യമുന തീര വനചാരി ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി ജയ രാധാ മാധവ് ജയ രാധാ മാധവ് ജയ രാധാ മാധവ് ജയ രാധാ മാധവ് ജയ രാധേ ജയ രാധേ ജയ രാധേ ജയ ശ്രീ രാധേ ജയ പ്രഭുപാദ് ജയ പ്രഭുപാദ് ജയ പ്രഭുപാദ് ജയ ശീല പ്രഭുപാദ് ജയ ഗുരുദേവ് ജയ ഗുരുദേവ് ജയ ഗുരുദേവ് ജയ ശ്രീ ഗുരുദേവ് നിതായ് ഗൗര ഹരി ബോൽ ഹരി ബോൽ നിതായ് ഗൗര ഹരി ബോൽ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരി ഹരി. പ്രഭാത് की जय, श्री गुरुदेव की जय. നിതായിയുടെ പ്രമാണന്റെ ഹരി ഹരി ബോൽ. ഹരേ കൃഷ്ണ. കേൾക്കാൻ പറ്റണ്ടല്ലോ അല്ലെ മാതാജി? ഹരേ കൃഷ്ണ. ഇന്നിപ്പോ നമ്മളിവിടെ എടുക്കാനായിട്ട് പോണ ശ്ലോകമാണ് 1:18 ശ്ലോകം. അതാണ് മാതാജി പറഞ്ഞു തന്നിട്ടുള്ളത് എടുക്കാനായിട്ട്. നമുക്ക് നോക്കാം. ഹരേ കൃഷ്ണ. അതിനു മുമ്പ് മംഗളാചരണം ചെയ്യാം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതാപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം ഭജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാൻ ശ്രീവിശാഖാന്വിതാൻ ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തി വേദാന്ത സ്വാമി നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ
നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണി ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്ലോകം വായിക്കാം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. സവേ മഹാഭാഗവത പരീക്ഷിത് ഏനാപവർഗാഖ്യമതപ്രബുദ്ധി ജ്ഞാനേന വൈയാസകി ശബ്ദിതേന തേജേ ഗഗേന്ദ്രധ്വജപാദമൂലം. സവേ മഹാഭാഗവത പരീക്ഷിത് ഏനാപവർഗ്യാമതഭദ്ര ബുദ്ധി ജ്ഞാനേന വൈയാസകി ശബ്ദിതേന ജിപേ ജേ ഗഗേന്ദ്രധ്വജപാദമൂലം. ഹരേ കൃഷ്ണ. സഹ അദ്ദേഹം നിശ്ചയമായും മഹാഭാഗവത ഒന്നാന്തരം ഭക്തൻ പരീക്ഷിത്ത് രാജാവ് ഏതാൽ അപവർഗ ആഖ്യം മോക്ഷത്തിന്റെ പേരിൽ അഭദ്ര സ്ഥിതമായ ബുദ്ധി ജ്ഞാനേന ജ്ഞാനത്താൽ വൈയാസകി വ്യാസപുത്രന്റെ ശബ്ദിതേന പ്രകമ്പിച്ചു. വേജെ സ്വന്തമാക്കി ഗഗ ഇന്ദ്ര പക്ഷിരാജാവ് ഗരുഡൻ ധ്വജം പാദമൂലം ഉള്ളങ്കാൽ. വിവർത്തനം ഭാവാർത്ഥം ശീല പ്രഭുപാദിക്ക് ജയ്. അല്ലയോ സൂത ഗോസ്വാമി, പക്ഷിരാജാവായ ഗരുഡന്റെ അഭയസ്ഥാനമായ ഭഗവാന്റെ പാതാരവിന്ദ പ്രാപ്തി സിദ്ധിച്ച പരീക്ഷിത മഹാരാജാവിന്റെ മോക്ഷത്തിന് ഹേതുവായതും അദ്ദേഹത്തിന്റെ ദീക്ഷണാശക്തി ഏകത്ര കേന്ദ്രീകൃതമായതുമായ ആ ഭഗവത് വിഷയങ്ങളെ കുറിച്ച് ദയവായി വിശദമാക്കി തന്നാലും. ആ അതീന്ദ്രിയ വിഷയങ്ങളൊക്കെ വ്യാസദേവസുതനായ ശ്രീ ശുകദേവ ഗോസ്വാമിയാൽ പ്രകമ്പിതമാകുന്നു. ഭാവാർത്ഥം: മോക്ഷമാർഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് മധ്യേ ചില തർക്കങ്ങളുണ്ട്. അപ്രകാരമുള്ള അതീന്ദ്രിയ വിദ്യാർത്ഥികൾ നിർവ്യക്തികവാദികളെന്നും ഭഗവത് ഭക്തരെന്നും അറിയപ്പെടുന്നു. ഭഗവത് ഭക്തർ ഭഗവാന്റെ സർവാതിശയപരമായ അതീന്ദ്രിയ രൂപത്തെ ആരാധിക്കുന്നു. അതേസമയം നിർവ്യക്തികവാദികൾ ബ്രഹ്മജ്യോതി എന്ന് അറിയപ്പെടുന്ന കണ്ണം ചിപ്പിക്കുന്ന കാന്തിപൂരത്തെ അഥവാ ശരീര തേജസ്സിനെ ആരാധിക്കുന്നു. വ്യാസദേവസുതനായ സുഖദേവ ഗോസ്വാമിയാൽ നൽകപ്പെട്ട ജ്ഞാനോപദേശങ്ങളാൽ പരീക്ഷിത് മഹാരാജാവ് ഭഗവാന്റെ പാതാരവിന്ദങ്ങൾ ആർജിച്ചുവെന്ന് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു. പ്രാരംഭത്തിൽ ശ്രീ സുഖദേവ ഗോസ്വാമിയും നിർവ്യക്തികവാദിയായിരുന്നു എന്നും പിന്നീട് അദ്ദേഹം ഭഗവാന്റെ അതീന്ദ്രിയ ലീലകളിൽ ആകൃഷ്ടനായെന്നും അങ്ങനെ അദ്ദേഹം ഒരു ഭക്തനായി തീർന്നുവെന്നും ശ്രീമദ് ഭാഗവതം 2:1-9 അദ്ദേഹം സ്വയം സമ്മതിച്ചിരിക്കുന്നു. പരിപൂർണ ജ്ഞാനമുള്ള അത്തരം ഭക്തരെ മഹാഭാഗവതന്മാർ അഥവാ ഒന്നാന്തരം ഭക്തരെന്ന് വിശേഷിപ്പിക്കുന്നു. പ്രാകൃത, മധ്യമ, മഹാഭാഗവത എന്നിങ്ങനെ 3 തരം ഭക്തന്മാർ. ഭഗവാനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണകളില്ലാതെ ക്ഷേത്രാരാധനയിലും ഭഗവത് ഭക്തരുടെ ആരാധനയിലും ഏർപ്പെടുന്നവരാണ് പ്രാകൃത അഥവാ 3-ാം തരം ഭക്തർ. മധ്യമ അഥവാ 2-ാം തരം ഭക്തർക്ക് ഭഗവാനെയും ഭഗവത് ഭക്തരെയും അഭിനവ ഭക്തരെയും പുതിയതായി മതപരിവർത്തനം ചെയ്ത ഭക്തരെയും അഭക്തരെയും കുറിച്ച് നല്ലവണ്ണം അറിയാം. എന്നാൽ മഹാഭാഗവതന്മാർ അഥവാ 1-ാം തരം ഭക്തന്മാർ എല്ലാറ്റിനെയും ഭഗവാനുമായി ബന്ധപ്പെടുത്തി വീക്ഷിക്കുന്നു. മാത്രവുമല്ല ഏവരുടെയും ബന്ധത്തിൽ അഥവാ ആധാരാധേയ ഭാവത്തിൽ ഭഗവാൻ സന്നിഹിതനായിരിക്കുകയും ചെയ്യുന്നു. ആകയാൽ മഹാഭാഗവതൻ ഭക്തനെയും അഭക്തനെയും സമഭാവനയോടെ ദർശിക്കുന്നു. അവരിൽ യാതൊരുവിധ വിവേചനവും കാട്ടുന്നില്ല. ശുകദേവ ഗോസ്വാമി എന്ന മഹാഭാഗവതനിൽ നിന്നും ദീക്ഷ സ്വീകരിക്കയാൽ പരീക്ഷിത് മഹാരാജാവ് അത്തരം ഒരു മഹാഭാഗവതനായിരുന്നു. കലിസത്വത്തോടു പോലും അദ്ദേഹം തുല്യ ദയയുള്ളവനായിരുന്നു. എന്നിരിക്കെ മറ്റുള്ളവരോടുള്ള ദയയെ കുറിച്ച് എന്തു പറയാനാണ്? ജീവിതത്തിൽ പിന്നീട് ഭഗവത് ഭക്തരായി തീർന്ന നിർവ്യക്തികവാദികളുടെ അഥവാ അമൂർത്തകവാദികളുടെ നിരവധി ദൃഷ്ടാന്തങ്ങൾ അതീന്ദ്രിയ പുരാവൃത്തങ്ങളിലുണ്ട്. എന്നാൽ ഒരു ഭക്തൻ ഒരിക്കലും നിർവ്യക്തികവാദിയായി തീരുന്നില്ല. അതീന്ദ്രിയ കൽപ്പടികളിൽ ഭക്തന്റെ സ്ഥാനം നിർവ്യക്തികവാദിയുടേതിനേക്കാൾ ഉയരെയാണെന്ന ഈ സത്യം അഥവാ നിജസ്ഥിതി തെളിയിക്കുന്നു. അതീന്ദ്രിയ പടികളിൽ നിർവ്യക്തിക പടിയിൽ ഇരിക്കുന്നവർക്ക് സത്യപ്രാപ്തിയേക്കാൾ അധികം ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു.
അതായത് പരമപുരുഷന്റെ അവ്യക്തവും വ്യക്തിശൂന്യവുമായ ഭാവത്തിൽ ആസക്ത ചിത്തരായവർക്ക് പുരോഗമനത്തിന് പ്രയാസമേറും. ആകയാൽ പരീക്ഷിത മഹാരാജാവിന് ശുകദേവ ഗോസ്വാമി പകർന്നു നൽകിയ ജ്ഞാനം അദ്ദേഹത്തെ ഭഗവത് സേവനം സ്വായത്തമാക്കാൻ സഹായിച്ചു. ഈ പരിപൂർണാവസ്ഥയെ അപവർഗം അഥവാ മോക്ഷത്തിന്റെ പരിപൂർണാവസ്ഥ എന്ന് വിശേഷിപ്പിക്കുന്നു. ശ്രീമദ് ഭാഗവതം 1-2-12 നാം മുമ്പ് വിശദമാക്കിയതുപോലെ ജ്ഞാനത്താലും പരിത്യാഗത്താലും അത്തരമൊരവസ്ഥ പ്രാപ്തമാകുന്നു. മാത്രവുമല്ല, ശുകദേവ ഗോസ്വാമി ഉപദേശിച്ചതുപോലെ തൽഫലമായി അത് ഭഗവാന്റെ അതീന്ദ്രിയ സേവനത്തിൽ പര്യവസാനിക്കുന്നു. ഓം നാരായണൻ നമസ്കൃത്യ നരം ജീവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരേ നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത് ഉത്തമ ശ്ലോകേ ഭക്തിർഭവിനേഷ്ടിക്കും മൂകം കരോതി വാചാലം പങ്കം ലംഘയതേ ഗിരിമത്കൃപാതമഹം വന്ദേ ശ്രീ ഗുരും ദീനദാരിണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യം ഈശ്വരം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ശീല പ്രഭാത് കി ജയ്, ശീല ഗുരുദേവി കി ജയ്. നേതാജിയുടെ പ്രമാണന്റെ ഹരി ഹരി പോൽ. എല്ലാ വൈഷ്ണവർക്കും എന്റെ പ്രണാമം. എല്ലാ ശിക്ഷാ ഗുരുക്കുമാരുടെയും ദീക്ഷാഗുരുവിന്റെ പാദങ്ങളും നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ഇവിടെ ഈ അധ്യായത്തിന്റെ പേര് എന്താണ്? വിപ്രശാപോപ ലംഘനം. അതായത് ബ്രാഹ്മണന്റെ ആ ശാപം, പരീക്ഷിത് മഹാരാജാവിന് ബ്രാഹ്മണന് കിട്ടിയ ശാപത്തിനെ കുറിച്ചാണ് പറയണത് അല്ലെ. ഇവിടെ ഈ സേജസ്, അതായത് ശൗനകാദി മുനികള് പരീക്ഷിത് മഹാരാജാവിന്റെ ആ പ്രത്യേകതകളെ കുറിച്ച് കേൾക്കണം എന്ന് സുത ഗോസ്വാമിയോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ മഹാരാജാവ് പരീക്ഷിത്തിന്റെ ജനനം, മരണം ഇതെല്ലാം കലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ ആ കലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ രാജാവിന്റെ ഗുണങ്ങളെ കുറിച്ചും, അല്ലെങ്കിൽ ആ അസോസിയേഷൻ എന്താണ്, രാജാവിന് എന്ത് അസോസിയേഷൻ കൊണ്ടാണ് മോക്ഷം ഉണ്ടായതെന്നും, അതേപോലെ തന്നെ എങ്ങനെയാണ്, എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് ഒരു സ്പീക്കർക്ക് വേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റീസ് കൂടിയാണ് ഇതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ എത്ര കേട്ടാലും നമുക്കിങ്ങനെ ഒരു തൃപ്തി വരിക എന്ന് പറയുമല്ലോ, എന്ത് കാര്യത്തിനും നമുക്ക് തൃപ്തി വരിക. പക്ഷെ നമ്മൾ അതിനും അപ്പുറത്ത് കേട്ട് കേട്ട് നമുക്ക് എത്രയായാലും നമ്മൾ ആ പരിപൂർണ അവസ്ഥയിലേക്ക് എത്തുന്നത് എപ്പോഴും ശ്രവണത്തിൽ കൂടെയാണ്. അപ്പൊ ആ ശ്രവണത്തിൽ കൂടെ നമ്മളിങ്ങനെ അവര് പരീക്ഷത്തിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം പരീക്ഷിത് മഹാരാജാവ് എന്ന് പറയുന്നത് അത്രയും ഭഗവാന്റെ, അതായത് ഭഗവാന്റെ ഭക്തിയിൽ കൂടെയാണ് അദ്ദേഹം കർമ്മങ്ങളെല്ലാം ചെയ്തിരുന്നത്. അപ്പൊ ആ കർമ്മത്തിന് അവിടെ മഹത്വം വരികയാണ്. അപ്പൊ അങ്ങനെയുള്ള ആ പരീക്ഷിത് മഹാരാജാവിനെ കുറിച്ചും, ആ പരീക്ഷിത് മഹാരാജാവ് എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഈ ലിബറേഷൻ, ഈ മോക്ഷം, അല്ലെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹം 7 ദിവസം കൊണ്ട് ഇത്രയധികം ഉയർന്നത്, ഇതിനെക്കുറിച്ച് അറിയണം എന്നുള്ള അവരുടെ ആഗ്രഹമാണ്. അപ്പൊ ആ ആഗ്രഹത്തിൽ ഇവിടെ പ്രധാനപ്പെട്ട ഒരു വാക്കായിട്ട് പറഞ്ഞത് എന്താണ്? സവൈ മഹാഭാഗവത. മഹാഭാഗവതൻ ആരാണ്? മഹാഭാഗവതൻ ഇവിടെ മഹാഭാഗവതനായിട്ട് കേൾക്കുന്ന ഒരാളും മഹാഭാഗവതനാണ്, പറയുന്ന ആളും മഹാഭാഗവതൻ തന്നെയാണ് അല്ലെ. കാരണം ശുകദേവ ബ്രഹ്മർഷി എന്ന് പറയുന്നത് നമുക്കറിയാം, എല്ലാവരും നമ്മൾ കുറെ കേട്ടിട്ടുണ്ട്. ഭഗവാന്റെ വ്യാസദേവന്റെ മകനാണെന്നും, അദ്ദേഹം ചെറുപ്പത്തിലെ തന്നെ ഭഗവാന്റെ എന്താ പറയാ മായയെ പേടിച്ചിട്ട് അമ്മയുടെ ഗർഭപാത്രത്തിൽ വരാണ്ടിരുന്നതും, പിന്നെ അതെന്ന് ഭഗവാന്റെ പ്രോമിസ് ഉണ്ട് അല്ലെ, മായയെ പിടിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടി പുറത്തേക്ക് പോണതും, പിന്നെ ഭഗവാനെ കുറിച്ചുള്ള ഭഗവാന്റെ കാരുണ്യം, പൂതനെ ഭഗവാൻ എന്താ പറയാ മോക്ഷം കൊടുത്തതും, അമ്മയെ പോലെ, അമ്മയെ പോലെ ഒരു സ്ഥാനം പൂതനയ്ക്ക് കൊടുത്തതും, അതേപോലെ തന്നെ ബക്കാപീഠം നടവരപുരം എന്ന് പറഞ്ഞ ഭഗവാന്റെ ആ ഒരു ഭംഗി, ആ മൈഥിലി എല്ലാം ചൂടിയിട്ടുള്ള ഭഗവാന്റെ ആ സൗന്ദര്യത്തെ കുറിച്ചും കേട്ടപ്പോഴാണ് അദ്ദേഹത്തിന് വളരെയധികം ആഗ്രഹം ഉണ്ടായി. പിന്നെ അദ്ദേഹം കേട്ട വേറൊരു ശ്ലോകമാണ് ആത്മാരാമസ്യ മുനീന്ദ്ര അഭിവിക്രമേ. അപ്പൊ ആ ഒരു ശ്ലോകത്തില് എത്രത്തോളം ആത്മാരാമന്മാരായി ഉയർന്നിട്ടുള്ള ഭക്തന്മാരാണെങ്കിൽ കൂടെ ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ അഭയം പ്രാപിച്ചാൽ മാത്രമേ അവർക്ക് ഈ മോക്ഷം, എന്തിൽ നിന്നാ മോക്ഷം കിട്ടുന്നത്? പവർഗത്തിൽ നിന്ന്. എന്താണ് പവർഗം അല്ലെ? നമ്മൾ അതും കുറേ അധികം കേട്ടിട്ടുള്ള ഒരു വേർഡാണ് പവർഗം അല്ലെ. അതായത് ആവശ്യത്തിൽ കൂടുതലുള്ള നമ്മുടെ പരിശ്രമം,
ഇപ്പോ ചുരുക്കം പറയാം, ഇപ്പൊ ഒരു അച്ഛൻ വളരെയധികം പരിശ്രമിച്ച് കഷ്ടപ്പെട്ടിട്ടായിരിക്കും ആ കുട്ടിയെ വളർത്തുന്നത്. ആ പരിശ്രമത്തിന്റെ ഫലമാണ് ആ കുട്ടി അനുഭവിക്കുന്ന ആനന്ദം. പക്ഷെ അച്ഛൻ ജീവിതകാലം മുഴുവനെ കിടന്ന് കഷ്ടപ്പെട്ട് മക്കളെ വളർത്തരുത് എന്നല്ല അതിന്റെ അർത്ഥം. കഷ്ടപ്പെട്ട് മക്കളെ വളർത്തുമ്പോഴും നമ്മളുടെ ആ പരിശ്രമം, നമ്മളുടെ ആ ശ്രമം എന്ന് പറയുന്നത് ഭഗവത് ഭക്തിയിൽ കൂടെ വേണം. അതിനാണ് വർണ്ണാശ്രമ ധർമ്മത്തിനെ കുറിച്ച് പ്രഭുപാദ എപ്പോഴും പറയണത്. അപ്പോ അങ്ങനെയുള്ള ആ ഭഗവാനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ജന്മമൃത്യു ജരാവ്യാധി എന്നുള്ള ചക്രം, അതാണ് പവർഗം. ഈ ജന്മമൃത്യു ജരാവ്യാധിയിൽ നിന്ന് നമുക്ക് മോക്ഷം കിട്ടണം. അതാണ് അപവർഗം. അപ്പൊ ആ അപവർഗത്തിലേക്ക് നമ്മളൊക്കെ എങ്ങനെയാണ് നയിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ എത്തേണ്ടത്? അപ്പോ ഇവിടെ പറയുന്നു, സൂത ഗോസ്വാമി പക്ഷി രാജാവായ ഗരുഡന്റെ അഭയസ്ഥാനമായ ഭഗവാന്റെ പാതാരവിന്ദ പ്രാപ്തി. അപ്പോ ഭഗവാൻ എപ്പോഴും ഗരുഡന്റെ പുറത്ത് കയറിയാണ് വരുന്നത്. അപ്പൊ ആ ഗരുഡന്റെ ഒരു ഭാഗ്യം ആലോചിച്ച് നോക്കൂ അല്ലെ. എപ്പോഴും ഭഗവാന്റെ ആ പാദ പങ്കജങ്ങള് ഗരുഡന്റെ പുറത്തുണ്ടാവും. അപ്പോ ഇവിടെ എടുത്തു പറയുന്നത്, അല്ലയോ സൂത ഗോസ്വാമി, പക്ഷിരാജാവായ ഗരുഡന്റെ അഭയസ്ഥാനമായ ഭഗവാന്റെ പാതാരവിന്ദ പ്രാപ്തി. അതായത് ഒരു പക്ഷിയായിട്ടുള്ള ഗരുഡന് പോലും, അല്ലെങ്കിൽ ഒരു മൃഗമായാലും മനുഷ്യനായാലും എല്ലാവരും എത്തിച്ചേരേണ്ടത് ഭഗവാന്റെ ആ പാദപങ്കജങ്ങളെയാണ്, മുറുകെ പിടിക്കേണ്ടത്. അതിനെയാണ് നമ്മൾ മോക്ഷം എന്ന് പറഞ്ഞത്. അപ്പോ നിർവ്യക്തിഗതവാദികൾക്ക് അതിനെക്കുറിച്ചുള്ള അറിവില്ല. അവരെന്താ പറയണത്? ഇവിടെ പറയുന്നു, മോക്ഷമാർഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് മധ്യേ ചില തർക്കങ്ങളുണ്ട്. എങ്ങനെ പോയാലും മോക്ഷം കിട്ടും എന്ന് പറയും. അപ്പൊ നിർവ്യക്തിഗതവാദികൾ എന്ന് പറയുന്നത് ആരാണ്? ഭഗവാനെ വ്യക്തിയായിട്ടുള്ള രൂപത്തില് ആശ്രയിക്കാതെ ഭഗവാന്റെ ബ്രഹ്മജ്യോതിയിൽ മാത്രം ശ്രദ്ധ ചേർക്കുന്നവരാണ് ഈ നിർവ്യക്തിഗതവാദികൾ. എന്നാൽ അവർക്ക് മോക്ഷം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവര് പറയുന്നു അവർക്ക് മോക്ഷം കിട്ടുന്നുണ്ടെന്നും അവരാണ് ഉയർന്നതെന്ന് പറയണു. പക്ഷെ നമ്മൾക്ക് അറിയാം, ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട് അല്ലെ, ഭാഗവതത്തിലെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഭഗവാന്റെ വദന്തിരസ്തത്വവിധസ്തത്വം ജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദത എന്ന് പറയുമ്പോൾ ബ്രഹ്മമായിട്ട് പരമാത്മാവ്, അപ്പൊ കുറച്ചും കൂടെ ഉയർന്നു ആ ഒരു വ്യക്തി. പിന്നെ ഭഗവാനെ ആശ്രയിക്കാം. പക്ഷെ എപ്പോഴും ഭഗവാൻ അത്ര എളുപ്പത്തിലൊന്നും നമുക്ക് ഭക്തിയെ തരില്ല. ഭഗവാൻ അതിനെ അങ്ങനെ അങ്ങോട്ട് ചുറ്റിക്കും. അപ്പൊ ആൾക്കാർക്ക് എന്താ തോന്നണേ? അവര് ഭഗവാനെ കാണുന്നുണ്ട് അല്ലെ, വൃന്ദാവനത്തിലുള്ള ഓടി നടന്ന് കളിക്കുന്ന ആ കൃഷ്ണനെ കാണുമ്പോ, അല്ലെങ്കിൽ യശോദ കെട്ടിയിട്ടിട്ടുള്ള ആ കൃഷ്ണനെ കാണുമ്പോൾ ഒരു പരമ്പരയിൽ നിന്ന് വന്നതോ, അല്ലെങ്കിൽ അതുപോലെ അത്രയ്ക്ക് ഭഗവാനെ കുറിച്ചുള്ള ഭഗവാന്റെ ഭക്തന്മാർക്കോ അല്ലാണ്ട് ഭഗവാന്റെ ലീലകൾ ആർക്കും മനസ്സിലാവില്ല. ഭഗവാന്റെ ലീലകൾ മനസ്സിലാക്കാൻ എളുപ്പമല്ല. അപ്പോ ശരിക്കുള്ള ജ്ഞാനം എന്ന് വിശ്വനാഥ ചക്രവർത്തി പറയുന്നത് എന്താന്ന് വെച്ചാല്, ശരിക്കുള്ള ജ്ഞാനം എന്ന് പറയുന്നത് ഭഗവാന്റെ ലീലകളെ കുറിച്ചുള്ള അറിവാണ്. അതാണ് ശരിയായ ജ്ഞാനം. പക്ഷെ നമുക്കറിയാം, ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്ത് കേശവ ഭാരതി പറയുമ്പോ അദ്ദേഹത്തിന്റെ ആ അറിവിനെ കുറിച്ചുള്ള ഇത് പറയുമ്പോ അദ്ദേഹം തന്നെ മനസ്സിലാക്കുന്നുണ്ട് അല്ലെ, ഓ ഇതല്ല, ഭഗവാനെ കുറിച്ചുള്ള അറിവാണ് മുഖ്യമായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹത്തിന്. അപ്പോ അവിടെയാണ് നമ്മൾ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. ഭഗവാൻ എന്ന് പറയുന്നത് ഒരിക്കലും ജ്ഞാനമല്ല. എന്നാൽ ജ്ഞാനം ഉണ്ടെങ്കിലേ ഭഗവാനെ മനസ്സിലാവുള്ളൂ. ഭഗവാന് പ്രേമമാണ് ആവശ്യം. എന്നാൽ പ്രേമം മാത്രം മതിയോ? നമ്മൾ ഭഗവാനെ മനസ്സിലാക്കിയാലല്ലേ നമുക്ക് ഭഗവാനെ പ്രേമിക്കാൻ പറ്റുള്ളൂ. ഒരാളെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അയാളെ കുറിച്ച് നമ്മൾ ആദ്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം അല്ലെ. പക്ഷെ പൊതുവെ ഇപ്പോ നമ്മൾ കാണുന്നുണ്ട്, ഭഗവാനോട് സംസാരിച്ചാൽ മതി, അല്ലെങ്കിൽ ശാസ്ത്രങ്ങളൊന്നും പഠിക്കണ്ട, ഭഗവാനെ കയ്യിൽ വെച്ച് നടക്കുക, എന്നിട്ട് ഭഗവാനോട് സംസാരിക്കുക, ആ ഒരു റിലേഷൻ ഉണ്ടാക്കാം. ആ ഒരു റിലേഷൻ ഉണ്ടാക്കണം. ഭഗവാനുമായിട്ട് നമ്മൾ പൂർണ്ണമായിട്ട് ഒരു റിലേഷൻ ഉണ്ടാക്കിയാൽ മാത്രമേ എല്ലാം അതായത് നമ്മുടെ ഭക്തി എന്ന് പറയുന്നത് ഏത് കർമ്മമായാലും ജ്ഞാനമായാലും യോഗമായാലും ഭക്തിക്ക് അവിടെ മുൻതൂക്കം കിട്ടണം. ഭക്തി ചെയ്തിട്ടുള്ള ആ ഭക്തിയോടുകൂടെ നമ്മൾ ചെയ്യുമ്പോൾ, അതാണ് ഇവിടെ പരീക്ഷിത് മഹാരാജാവ് ചെയ്തത്. അദ്ദേഹം ജനിച്ചപ്പോ തന്നെ ഭഗവാന്റെ ഭക്തനായിട്ട് ജനിച്ചു അല്ലെ. ഭഗവാന്റെ ഭക്തനായിട്ട് ജനിച്ചു. ഭഗവാന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളിൽ കൂടെ അദ്ദേഹം പോയത് കൊണ്ട് അദ്ദേഹത്തിന് ഒരിക്കലും ഈ ശാപം, ഇവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയണത് ഒരു ശാപത്തിനെ കുറിച്ചാണ്.
ഈ ശാപത്തിൽ കൂടെ അദ്ദേഹത്തിന് വേണ്ടി എല്ലാം നമ്മള് ഇപ്പൊ കുറെ ക്ലാസ്സുകളിൽ കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അല്ലെ. തിരിച്ച് ശപിക്കായിരുന്നു, പക്ഷെ അദ്ദേഹം അത് ചെയ്തില്ല, അദ്ദേഹം അത് സ്വീകരിച്ചു. സ്വീകരിക്കാൻ പറ്റിയത് എന്തുകൊണ്ടാ? അത്രയ്ക്കുള്ളൊരു ഭക്തനായതുകൊണ്ട്. ഒരു ഭക്തന് ഇപ്പോ ശരിയായിട്ട് നമ്മൾ ഒരു ഭക്തിയിൽ ഇരിക്കുമ്പോൾ ഈ ശരീരം എന്നായാലും ഉപേക്ഷിക്കണം എന്നുള്ളത് നമുക്കറിയാം. ഇത് ഉപേക്ഷിച്ചേ പറ്റൂ. നമ്മളിനി എത്ര പറ്റില്ല, എനിക്ക് എന്റെ നമ്മളറിയില്ല, നമ്മൾ പറയോ ഇതെന്നായാലും നമ്മളൊക്കെ മരിക്കില്ലേ എന്ന് നമ്മളൊക്കെ പറയും. ശരിയായിട്ടുള്ള അറിവ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമ്മൾക്ക് ഈ ശരീരം വിടുമ്പോ പോലും ഒരു കാരണവശാലുള്ള ദുഃഖത്തിന് മനസ്സിൽ വരാൻ, അപ്പോഴേ നമ്മൾ അവിടെ വിജയിക്കുന്നത്. മായ എന്ന് പറയുന്നത് അത്രയും വലുതാണ്. ഭഗവാൻ പറയണ്ട് മമ മായ ദുരത്യയ മാമേവയെ പ്രപദ്യന്റെ മായാമേതാം ധരന്തിരെ. എന്നെ, അതായത് ദേവി ഹേഷ ഗുണമയി മമ മായ ദുരത്യയ മാമേവയെ പ്രപദ്യന്റെ മായാമേതാം ധരന്തിരെ അല്ലെ. എന്നെ ആശ്രയിക്കുന്നവർക്ക് മാത്രമേ ഈ മായ എന്ന് പറയുന്നതിൽ നിന്ന് രക്ഷയുള്ളൂ. അപ്പൊ ഭഗവാന്റെ അതായത് ത്രിഗുണങ്ങളിൽ കൂടി ഉണ്ടാവുന്ന മായ, ത്രിഗുണങ്ങളിൽ കൂടി ഉണ്ടാവുന്ന മായ അത്രയും ശക്തമാണ്. നമ്മൾ വിചാരിക്കും നമ്മൾക്ക് സ്വയം ഈ മായയിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സാധിക്കും. അതിനൊക്കെയാണ് ഭാഗവതത്തിൽ നമുക്കിപ്പോ സൗരഭ മുനിയുടെ കഥയായാലും അതെല്ലാം അറിയാവുന്ന കഥകളാണ്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോണില്ല. സൗരഭ മുനിയുടെ കഥയായാലും വിശ്വാമിത്രന്റെ ഒക്കെ ആയാലും അവരെല്ലാവരും തന്നെത്താൻ രീതിയിൽ തപസ് ചെയ്ത് ഭഗവാനെ കിട്ടാനായിട്ട് നോക്കി. പക്ഷെ എന്തായി? അവരെല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ മായ വന്ന് പിടിച്ചു. അപ്പൊ മായ വന്ന് പിടിച്ചു അല്ലെങ്കിൽ മായ വന്ന് പിടിക്കും എന്ന് നമുക്ക് മനസ്സിലാവില്ല. അതാണ് മായയുടെ ഏറ്റവും വലിയ ഒരു കളി. അതായത് നമ്മൾക്ക് തോന്നും ഞാനിപ്പോ കൃഷ്ണാവോധത്തിലാണെങ്കിൽ കൂടെ നമ്മൾ പലപ്പോഴും നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെ പോയി, നമ്മൾ അല്ലെങ്കിൽ കുറെ കല്യാണങ്ങൾക്കൊക്കെ പോയി ഒന്ന് മാറി നിന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, കൃഷ്ണ ഞാൻ അങ്ങേ ആലോചിച്ചു പോലും ഇല്ലല്ലോ, അങ്ങയെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റിയില്ലല്ലോ ആ സമയത്ത്. നമ്മള് പക്ഷെ ഓട്ടോമാറ്റിക് സിസ്റ്റം പോലെ നമ്മൾ കൃഷ്ണ കൃഷ്ണ എന്ന് പറയുന്നത് കൊണ്ട് ഒരു പക്ഷെ നമ്മൾ കൃഷ്ണ എന്ന് പറഞ്ഞു കാണും ഏതെങ്കിലുമൊക്കെ സമയത്തുണ്ടെങ്കിലും. ഇപ്പൊ അജാമിളൻ നാരായണ എന്ന് വിളിച്ച പോലെ ഇടയ്ക്കൊക്കെ വിളിക്കുന്നുണ്ടാവും. എന്നാലും പൂർണ്ണമായിട്ട് നമ്മൾ ആ ബോധത്തിലായിരിക്കില്ല. നേരെ മറിച്ച് കുറെ ഭക്തന്മാരുടെ ഇടയിലാണെങ്കിലോ അതാണ് സംഘം. ഇവിടെ കിട്ടിയ പരീക്ഷിത് മഹാരാജാവിന്റെ ഏറ്റവും വലിയൊരു ഭാഗ്യവും പരീക്ഷിത് മഹാരാജാവിന്റെ സംഘമായിരുന്നു. ഈ ശരീരം ഉപേക്ഷിക്കണം, ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള അദ്ദേഹത്തിന്റെ അന്വേഷണത്തിന്റെ മുമ്പിലാണ് ശുകദേവ ബ്രഹ്മർഷി വന്നത് അല്ലെ, ശുകദേവ ഗോസ്വാമി വന്നത്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു എന്നാ പറയണത്? ശുകദേവ ഗോസ്വാമിയുടെ ഒരു ശിഷ്യത്വം സ്വീകരിച്ചു, അല്ലെങ്കിൽ ദീക്ഷ സ്വീകരിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. ദീക്ഷ സ്വീകരിച്ചിട്ട് ആ ഗുരുദേവനിൽ നിന്നുള്ള എല്ലാ ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ അദ്ദേഹം മനസ്സിലാക്കണം. അപ്പോ ആ ഒരു സ്റ്റേജിലേക്ക് നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അസോസിയേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതൊക്കെയാണ് ഇവര് ക്വസ്റ്റ്യൻ ചെയ്യണത്. എങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് എന്ത് അസോസിയേഷനാണ് നമ്മൾക്ക് വേണ്ടത്, അതാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ മോക്ഷമാർഗത്തിന്റെ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. മോക്ഷമാർഗത്തിൽ ഇവിടെ പറയുന്നത് കണ്ണഞ്ചിപ്പിക്കുന്ന കാന്തിപൂരത്തെ അഥവാ ശരീര തേജസ്സിനെ ആരാധിക്കുന്നു. ആരാണ് അത് ആരാധിക്കുന്നത്? നിർവ്യക്തഗതവാൻ. അപ്പൊ അവര് ചെയ്യുന്ന തെറ്റാണോ? ശരിക്കും പറഞ്ഞാൽ അവര് ഒരു വഴി കൂടെ ഭഗവാനെ തന്നെയാണ് ആരാധിക്കുന്നത്. പക്ഷെ അവർക്ക് ഭഗവാന്റെ രൂപത്തിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കാരണം രൂപത്തിനെ മനസ്സിലാക്കണമെങ്കിൽ ആ രൂപത്തിന്റെ മഹിമ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ആ രൂപത്തിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമുക്കെല്ലാം പറയാം, നമ്മളെല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും ഒരംശം പോലും ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. ആ പരമസത്യം, ആ പരമസത്യത്തിനെ മനസ്സിലാക്കാൻ, സത്യം പരം ധീമഹി അല്ലെ, ആ പരമസത്യമാണ് തുടക്കത്തിൽ തന്നെ വ്യാസദേവൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇതിനപ്പുറം ഒരു സത്യമില്ല. ആ പരമസത്യം കൃഷ്ണൻ എന്നുള്ള ആ രൂപത്തിലേക്ക് അങ്ങോട്ട് ചേർന്നിരിക്കുകയാണ്. ആ കൃഷ്ണൻ എന്നുള്ള മൈത്തിലി വെച്ചിട്ട് ആ വേണു വച്ചിട്ടുള്ള ആ ഭഗവാന്റെ രൂപത്തിലേക്ക്, ആ മായികമായ കാന്തശക്തിയാണ് കൃഷ്ണൻ അല്ലെ. കാന്തം അത്രയും ആകർഷണനാണ് കൃഷ്ണൻ. ആ ഭഗവാന്റെ ആകർഷണത്തിലേക്ക് നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഭഗവാൻ തന്നെ അനുഗ്രഹിക്കണം. ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് എവിടെന്നാ കിട്ടുക? നമ്മുടെ ഗുരുക്കന്മാരിൽ. ഭഗവാനെ കുറിച്ച് പറഞ്ഞ് കേട്ട് നമ്മൾ അറിയുമ്പോഴാണ് നമുക്ക് ആ ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുക അല്ലെ. ഇപ്പൊ നമ്മള് രണ്ടാമത്തെ അധ്യായം ഭഗവത്ഗീതയിൽ പഠിച്ചിട്ടുണ്ട്.
എന്താണ് സൂര്യനെ മനസ്സിലാക്കുന്നത്, സൂര്യന്റെ ഉപരിതലം, സൂര്യകോളം, സൂര്യൻ. അപ്പൊ ആ വിധത്തില് നമ്മൾ ഭഗവാനെ പ്രാക്ടിക്കലി മനസ്സിലാക്കണതിലും അല്ല തിയറിറ്റിക്കലി മനസ്സിലാക്കണതിലും കൂടുതൽ ഭഗവാനെ കുറിച്ച് നമ്മള് സ്വയം നമ്മള് നമ്മുടെ ഗുരുക്കന്മാരിൽ നിന്ന് കേട്ടതിനെ അത്രയ്ക്ക് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ മാത്രമേ ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷെ നിർവ്യക്തവാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരിക്കലും ഭഗവാന്റെ രൂപത്തിനെ ആശ്രയിക്കാനേ സാധിക്കില്ല. കാരണം അവര് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ ശക്തി അല്ലെങ്കിൽ ആ വെളിച്ചത്തിൽ നിന്നാണ് രൂപങ്ങൾ വന്നതെന്നാണ്. ഇതൊരിക്കലും സാധ്യമല്ല എന്ന് നമുക്ക് പ്രഭുപാദ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. അച്ഛൻ എന്ന് പറഞ്ഞ ആ രൂപത്തിൽ നിന്നാണ് ആ കുട്ടി ഉണ്ടാവുന്നത്. ഒരു മനുഷ്യനിൽ നിന്ന് മനുഷ്യക്കുട്ടി ഉണ്ടാവുന്നു, ഒരു പുലിയിൽ നിന്ന് പുലിയുടെ കുട്ടി ഉണ്ടാവുന്നു, അല്ലെ. അതേപോലെ തന്നെ സിംഹത്തിൽ നിന്ന് സിംഹക്കുട്ടി ഉണ്ടാവുന്നു. പിന്നെ ഭഗവാൻ പറയുന്നുണ്ട് ഞാൻ എന്റെ രൂപത്തിലാണ് നിങ്ങൾ വന്നിട്ടുള്ളത് എന്ന് ഭഗവാൻ നമുക്ക് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അതിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ശുകദേവ ഗോസ്വാമിയും നിർവ്യക്തിഗതവാദിയെന്ന് ഇപ്പൊ നേരത്തെ പറഞ്ഞു നമ്മൾ 2 ശ്ലോകങ്ങളിൽ കൂടിയാണ് അല്ലെ ആ താടകയെ കൊന്നിട്ടുള്ള ആ എന്താ പറയാ, എന്നിട്ടും ഭഗവാൻ എങ്ങനെയാണ് ആ താടകയ്ക്ക് കൊടുത്ത സ്ഥാനം, അമ്മയെ പോലെ ആ താടകയെ എന്താ പറയാ ഭഗവാൻ ഉയർത്തിയതും, അതേപോലെ ഭഗവാന്റെ ആ സുന്ദര രൂപത്തിനെ കേട്ടപ്പോഴും പിന്നെ ആത്മാരാമ ശ്ലോകം അത് അദ്ദേഹത്തിന് വളരെയധികം ഇതായി എന്താ പറയാ അട്രാക്റ്റഡ് ആയിട്ടാണ് അദ്ദേഹം വന്നതെന്ന് പറയുന്നു. അപ്പൊ ഇവിടെ ഒരു ശ്ലോകത്തിനെ കുറിച്ച് പറയുന്നു. 2:1-19 പറയുന്നത് എന്താന്ന് വെച്ചാല്, ഹരേ കൃഷ്ണ, ഞാനതൊന്ന് വായിക്കാം. ഹരേ കൃഷ്ണ. പരിനിഷ്ഠിതോപി നൈപുണ്യ ഉത്തമ ശ്ലോകലീലയ ഗൃഹീത ചേതാ രാജർഷേ ആഖ്യാനം യഥതീതവാൻ. അതായത് അല്ലയോ രാജർഷി, നിശ്ചയമായും ഞാൻ പരിപൂർണ അതീന്ദ്രിയ അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നിട്ടും ജ്ഞാനത്താൽ പ്രകാശം പകരുന്ന ശ്ലോകത്താൽ വിശദീകരിച്ച ഭഗവത് ലീലകളുടെ വർണ്ണങ്ങളിൽ ഞാൻ ആകൃഷ്ടനായി തീർന്നു. ആരാണിത് പറഞ്ഞതെന്ന് ശുകദേവ ഗോസ്വാമി പറയാണ്. ഞാൻ ആ ഭഗവാന്റെ അതീന്ദ്രിയമായ ലീലകൾ കേട്ടിട്ടാണ് എനിക്ക് ഇതിനോട് ആഗ്രഹം വന്നത്. എന്തിനോടാണ്? ഭഗവാനെ കുറിച്ച് അറിയണം എന്നുള്ള ആഗ്രഹം വരുന്നതും തിരിച്ച് അച്ഛന്റെ അടുത്ത് വന്ന് ഭഗവാനെ കുറിച്ചുള്ള ആ ഭാഗവതം മുഴുവനും മനസ്സിലാക്കാൻ സാധിച്ചു. അതായത് പരമസത്യം, പരമദിവ്യോത്തമ പുരുഷനായ പരമസത്യം ഒരു ദിവ്യ വ്യക്തിത്വമാണെന്ന ആശയം നമുക്ക് പൊരുത്തപ്പെടാൻ സാധിക്കുന്നില്ല. അതിനാൽ വ്യക്തി എന്ന നിലയ്ക്കുള്ള ഭഗവത് കർമ്മങ്ങളെ അല്പജ്ഞാനിയായവർ അപലപിക്കുന്നു. അപ്പൊ ശരിയായ ജ്ഞാനം ഇല്ലാത്തത് കൊണ്ടാണ് അവരതിനെക്കുറിച്ച് തെറ്റായ വിധത്തില് പറയുന്നത്. ശരിയായ ജ്ഞാനം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെയുള്ള ഭഗവാന്റെ കാരുണ്യം തന്നെ വേണം. ഇപ്പൊ വൃന്ദാവനത്തിൽ ഭഗവാൻ ലീലകളാടി. അപ്പൊ വൃന്ദാവന ലീലകളാടിയ ഭഗവാനെ കുറിച്ച് അവര് പറയണത് യശോദയുടെ പുത്രനായിട്ട് ജനിച്ച് സ്വർഗാരോഹണം നടത്തി. അതാണ് പൊതുവെ സപ്താഹങ്ങളിൽ കേൾക്കുന്നത്. അപ്പൊ ഈ സപ്താഹങ്ങളിൽ കേട്ട് 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 ആളുകൾ അതില് ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ തെറ്റായ ആ ഒരു ഇതിലേക്ക് വന്നുപോയി. പക്ഷെ ഭഗവാന്റെ നമ്മുടെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് ശ്രീലപ്രഭുപാദയുടെ ശരിയായിട്ടുള്ള ആ കാരുണ്യം ഭഗവാനിൽ കൂടെ നമുക്ക് ശ്രീലപ്രഭുപാദ കിട്ടിയത് കൊണ്ട് മാത്രമാണ് നമുക്ക് മനസ്സിലാവണത് ഇങ്ങനെയല്ല. അതീന്ദ്രിയമായ പ്രക്രിയ, ഭഗവാന്റെ പരമസത്യം എന്ന് പറയുന്ന ആ അതീന്ദ്രിയ സത്യത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ആ അതീന്ദ്രിയ ലീലകളെ കുറിച്ച് കേൾക്കുന്നതാണ് ശരിയായ മോക്ഷത്തിലേക്കുള്ള മാർഗം. ഈ അവ്യക്തവാദികളും അല്ല നിർവ്യക്തഗതവാദികൾ പറയുന്നവരും ഗീത പറയുന്നുണ്ട്. പക്ഷെ അവര് ഗീതയിലെ പരമസത്യത്തിന് ഭഗവാനെ കുറിച്ച് അവർക്ക് മനസ്സിലാക്കാത്തത് കൊണ്ട് അവരതിന്റെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞു തരുന്നില്ല നമുക്ക്. ഭഗവാൻ പല ദിക്കിലും പറയുന്നുണ്ട്, മാമേവയെ പ്രപദ്യന്തേ മമമായ മമ, എന്നെ തന്നെ ആശ്രയിക്കുന്ന ഭഗവാൻ എത്രയോ സ്ഥലങ്ങളിൽ ഗീതയിൽ പറയുന്നു. ആ ഗീതയില് ഭഗവാൻ എന്നെ 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 എന്ന് പറയുമ്പോൾ സാക്ഷാൽ ശ്രീകൃഷ്ണൻ രൂപത്തിൽ നിൽക്കണ അർജുനനോട് എന്നെ എന്ന് പറയുമ്പോൾ അത് ശ്രീകൃഷ്ണൻ ആണെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള കഴിവ് അല്ലെ, അത് അവർക്ക് വരണമെന്നുണ്ടെങ്കിൽ അവരുടെ ഗുരു അത്രയ്ക്ക് ഭഗവാന്റെ ഭക്തനായിരിക്കണം. ഭഗവാന്റെ ഭക്തനല്ലാണ്ട് ഭഗവാന്റെ ആ എന്താ പറയുക ശരീര തേജസ്സിനെ മാത്രം നോക്കുമ്പോൾ ഒരിക്കലും ആ വ്യക്തിയുടെ പ്രഭാവത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല. അങ്ങനെ വരുമ്പോ എന്താവും? അവര് ഊഹാപോഹങ്ങളിൽ കൂടെയാണ് പരമസത്യത്തിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ആ ഊഹാപോഹങ്ങളിൽ കൂടെ ഭഗവാനെ ഒരിക്കലും ഭഗവാൻ പറയുന്നുണ്ടല്ലേ, ശ്രുതി സ്മൃതി പുരാണാദി, ശ്രുതിയിൽ കൂടെ പുരാണങ്ങളിൽ കൂടെ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട്
ഊഹാപോഹങ്ങളിൽ കൂടെ ഒരിക്കലും നമുക്ക് ഭഗവാനെ കിട്ടില്ല, അല്ലെങ്കിൽ ഭഗവാനെ മനസ്സിലാക്കാൻ സാധ്യമല്ല. ഇവിടെ പറയുന്നു 3 തരം ഭക്തന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളതാണ് കനിഷ്ഠ, മധ്യമ, ഉത്തമ. അപ്പോ ആ കനിഷ്ഠ ഭക്തരെ കുറിച്ച് എങ്ങനെയാ പറയണത് എന്ന് വെച്ചാൽ ക്ഷേത്ര ആരാധനയിലും ഭഗവത് ഭക്തരുടെ ആരാധനയിലും ഏർപ്പെട്ടിരിക്കുന്നവരാണ് പ്രാകൃതരും. ക്ഷേത്ര ആരാധനയിലും ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മളും ക്ഷേത്ര ആരാധന ചെയ്യുന്നുണ്ട്, ഭഗവത് ഭക്തരെ എന്താണ് ആരാധിക്കുന്നുണ്ട്. മീൻസ് അവരെ ആരാധിക്കുക എന്ന് വെച്ചാൽ അവരെ നമ്മൾ സാഷ്ടാംഗ പ്രണാമം ചെയ്യണു, അല്ലെ അവരെ നമ്മൾ ബഹുമാനിക്കണു, അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ പറയണു അവര് കനിഷ്ഠരാണ്, അതിലും ഉയർന്നവരാണ് മധ്യമര്. മധ്യമ വിഭാഗത്തിൽ വരുമ്പോ, അതായത് നമ്മൾ ഭഗവാനെ കുറിച്ച് അറിയുമ്പോൾ നമ്മൾ ഇതെല്ലാം ചെയ്യണതിന്റെ ആവശ്യകത നമുക്ക് പ്രഭാത പറഞ്ഞു തന്നുണ്ട് അല്ലെ. ഭഗവാനുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് എപ്പോഴും, അത് ഉത്തമ ഭക്തരായ നമ്മുടെ ഗുരുമഹാരാജാക്കൾ പോലും എപ്പോഴും ഭഗവാന്റെ ആ എന്താണ് ഇത് ലീലകൾ പറയുന്ന പോലെ തന്നെ അവര് ഭഗവാനെ ആരാധിക്കുന്നതിനും മുൻതൂക്കം നമുക്ക് തരുന്നുണ്ട്. അവര് കാണിച്ചു തരികയാണ് നമുക്ക് ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനെയെല്ലാം ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് ഭഗവാനുമായിട്ടുള്ള, അതായത് ഒരു നിമിഷം മതി മായക്ക് നമ്മളെ പിടിക്കാനായിട്ട്, ഒരു നിമിഷം കൂടെ വേണ്ട, സെക്കൻഡ്സ് മതി. അത്രയും പവർഫുൾ ആണ് മായ. കാരണം മായ അത്ര എളുപ്പത്തിലൊന്നും ഭഗവാനെ നമുക്ക് ചെയ്തു തരില്ല അല്ലെ. ഭഗവാൻ ഇങ്ങനെ മായ കൊണ്ട് ഇങ്ങനെ മൂടി വച്ചേക്കാണ് ഭഗവാന്. കാരണം അത്ര എളുപ്പത്തിൽ എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയതല്ലല്ലോ. മനുഷ്യാണം സഹസ്രേഷു കശ്ചിദതി സിദ്ധയെ അല്ലെ. എത്രയോ കോടിക്കണക്കിന് ജനങ്ങളില് വളരെ ഒന്നോ രണ്ടോ അല്ലെ വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഭഗവാനെ അങ്ങനെ കൂടെ എന്താണ് ആഭരണമൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് സ്വയം ഭഗവാനെ അങ്ങനെ അറിയിക്കുള്ളൂ. അവര് പോലും കുറച്ചേ അറിയുന്നുള്ളൂ. അപ്പൊ പിന്നെ നമ്മുടെ കാര്യം പറയാനുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ ഭഗവാനെ കുറിച്ചുള്ള അറിവ് കിട്ടിയ മധ്യമന്മാർ എന്താ ചെയ്യണത്, അവരുടെ അടുത്ത് വരുന്ന ഓരോ വ്യക്തികളെ കുറിച്ചും അവർക്ക് മനസ്സിലാവും ഇതെങ്ങനെയുള്ളവരാണ്. ഇവര് എന്താ പറയാ ഭഗവാന്റെ ഭക്തരായവർക്ക് എങ്ങനെയാണ്, ഇവര് തുടക്കത്തിലുള്ളവരാണോ. ഇവിടെ പ്രഭുപാദ ഒരു വാക്ക് പറയുന്നുണ്ട്, മതപരിവർത്തനം ചെയ്ത ഭക്തരെയും പുതിയതായി മതപരിവർത്തനം ചെയ്യണം എന്ന് ഇവിടെ പ്രഭുപാദ ഉദ്ദേശിച്ചിട്ടുള്ളത് അവര് വേറൊരു മതത്തിൽ നിന്ന് വരുന്നു എന്നല്ല. നമ്മള് കുറെ ദേവന്മാരെ എല്ലാം പൂജിച്ച് അവസാനം എന്നാ ശരി ഇതും കൂടെ ഒന്ന് പരീക്ഷിക്കാം എന്ന് പറഞ്ഞു വരുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ, അപ്പൊ അവരെയൊക്കെ ശരിക്കും ഉയർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ദേവി ഭക്തന്മാര്, ശിവഭക്തന്മാര്, അവരൊക്കെ ശരിക്കും അവരുടെ ആ കൺസെപ്റ്റ് അനുസരിച്ചിട്ട് അവര് ശരിയാണ്. പക്ഷെ അവര് നമ്മളെ വൈഷ്ണവരായിട്ടും ശൈവരായിട്ടും ശാക്തേയരായിട്ടും ഒക്കെ മാറുമ്പോ ഇവിടെ പ്രാധാന്യം എന്തുകൊണ്ട് ഭഗവാന് എന്നുള്ളത് നമ്മൾ പറയുമ്പോ അവര് പറയണത് അത് അങ്ങനെ തന്നെ. പക്ഷെ നമുക്ക് പരാശര മഹർഷി പറഞ്ഞു തന്നിട്ടുണ്ട് ഭഗവാനെ എന്തുകൊണ്ടാണ് സമ്പൂർണമായിട്ട് 6 ഐശ്വര്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു രൂപമാണ് ഭഗവാന്റെ. പരമശിവനും എല്ലാ ഗുണങ്ങളുണ്ടെങ്കിലും ഭഗവാന്റെ അത്രയും സൗന്ദര്യം, ഭഗവാന്റെ അത്രയും എല്ലാം നമുക്ക് പറയാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ വർണ്ണിച്ച് കേട്ടിട്ടില്ല അല്ലെ. അങ്ങനെയല്ലേ. ദേവിയാണെങ്കിലും നമുക്ക് ഭഗവാന്റെ അത്രയും, അതായത് ഭഗവാൻ സൗമ്യനാണ്. നമ്മളിപ്പോ എപ്പോഴും കേട്ടിട്ടുള്ളതുപോലെ ഭഗവാൻ ആ ഓടക്കുഴിൽ വിളിച്ച് മാത്രം നിൽക്കണ ഭഗവാനെയാണ് നമുക്ക്. അതുകൊണ്ടാണ് കൃഷ്ണൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പുഞ്ചിരി ഉണ്ടാവൂലേ. എപ്പോഴും കൃഷ്ണന്റെ കാര്യങ്ങൾ പറയാ, കൃഷ്ണനെ കുറിച്ച് കേൾക്കുക, അല്ലെങ്കിൽ കൃഷ്ണന്റെ പൂജകള് പങ്കെടുക്കുക, പേടിയില്ല. മറ്റേതൊക്കെ നമുക്കൊരു ചെറിയ ഭയമുണ്ട്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നല്ല ദോഷം ഉണ്ടാവോ, അല്ലെ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ കോപം ഉണ്ടാവോ. പക്ഷെ കൃഷ്ണനെ നമുക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല അല്ലെ. അങ്ങനെ തോന്നിയിട്ടുണ്ടോ എനിക്കറിയില്ല, അങ്ങനെ തോന്നിയിട്ടില്ല പൊതുവെ. കൃഷ്ണനെ കുറിച്ച് കേൾക്കുമ്പോ, കൃഷ്ണന്റെ കാര്യങ്ങൾ കേൾക്കുമ്പോ നമുക്ക് ഒരിക്കലും ഒരു പേടിയില്ല. നമുക്ക് ഭഗവാന്റെ അമ്പലത്തിൽ നമുക്ക് എങ്ങനെയും പോവാം, എങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ഭഗവാനെ എങ്ങനെയും അറിയാം എന്നുള്ള ആ ഒരു പൂർണ്ണ വിശ്വാസം നമ്മളിൽ എല്ലാവരിലും ഉണ്ടല്ലേ. അതാണ് കൃഷ്ണൻ. അവിടെയാണ് കൃഷ്ണന്റെ മഹത്വം. എല്ലാ ഐശ്വര്യങ്ങളിലും എത്രയും സിമ്പിൾ ആയിട്ടാണ് ആ അമ്മ എന്താ പറയാ ഈ ലോകത്തിന്റെ മുഴുവനും അധിപനായ ഭഗവാനെ പിടിച്ചു കെട്ടാനായിട്ട് നിന്നു കൊടുത്തു ഭഗവാൻ യശോദാമ്മയ്ക്ക്. ഏത് ചെറിയ കുട്ടിയായിട്ട് ആ വെണ്ണയൊക്കെ കട്ട് തിന്നണ്ടൊക്കെ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കും. ഭഗവാൻ എന്തൊക്കെ ലീലകളാണ് ആടിയിട്ടുള്ളത് അല്ലെ. അതേപോലെ തന്നെ ഭഗവാൻ ഗോപികമാരുടെ അടുത്ത്
എല്ലാവരുടെ അടുത്തും ആ ഐശ്വര്യത്തിൽ പൂർണ്ണതനായ ദ്വാരകയിൽ ഇരിക്കുന്ന ആ ഭഗവാൻ ഗോപികമാരുടെ അടുത്ത് എങ്ങനെയാ, വളരെ സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ട്. അതുകൊണ്ട് അവർക്ക് ഒരിക്കലും ഭഗവാന് എന്താ പറയാ, ഒരു വലിയൊരു വ്യക്തിയായിട്ട് അവർ കാണില്ല. കാരണം അവർക്കത് സാധിക്കില്ല. അതേപോലെ തന്നെ എന്താണ് ഭഗവാന്റെ ഗോപന്മാര്, ഭഗവാൻ പറയുന്നുണ്ട് ഗോപന്മാരുടെ, ഞാനേ ഭഗവാനാണ്, എനിക്ക് ശക്തിയുണ്ട്. അവര് ഭഗവാനോട് ചോദിക്കും, പിന്നെ ശക്തി ഭഗവാൻ. പക്ഷെ അവർക്ക് പൂർണ്ണ വിശ്വാസമാണ്, കൃഷ്ണൻ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് യാതൊരു ആപത്തും വരില്ല. ആ ഒരു ധൈര്യം, അവര് കൂടെ ഭഗവാന്റെ കൂടെ നിന്നതുകൊണ്ട് അവർക്കൊരിക്കലും ഭഗവാനെ കുറിച്ച് വേറെ തെറ്റായിട്ടുള്ള ഒരു ചിന്തയേ ഇല്ല. ഭഗവാൻ മതി, അവരുടെ കൂടെ കൃഷ്ണൻ മതി. കൃഷ്ണന് വേണ്ടി എല്ലാം ത്യജിച്ചവരാണ് അവര്. എല്ലാം ത്യജിച്ചു. അവരുടെ സ്വന്തം ഗോകുലത്തിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് വരുമ്പോ എല്ലാം കൃഷ്ണന് വേണ്ടിയിട്ടാണ് അവർ ചെയ്തത്. അല്ലെ, നന്ദഗോപരോട് പറയാല്ലേ, നിങ്ങൾ പോയിക്കോളൂ, ഞങ്ങളില്ല, ആ കുട്ടി കാരണല്ലേ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവണേ, അപ്പൊ പിന്നെ ആ കുട്ടിയുടെ കൂടെ ഞങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കണേ, ഞങ്ങൾ എന്തിനാ ഞങ്ങളുടെ എല്ലാം ഇട്ടിട്ട് വരണേന്ന് ചോദിച്ചിട്ടില്ല. കൃഷ്ണന് വേണ്ടി അവര് വൃന്ദാവനത്തിലേക്ക് വരുമ്പോ നന്ദഗോപരുടെ കൂടെ അവരും എല്ലാം, കാരണം അത്രയ്ക്ക് അവര് ഭഗവാനെ സ്നേഹിച്ചിരുന്നു. ആ ശാന്തസുന്ദരമായ ആ സ്വരൂപം കാണുമ്പോ അവർക്ക് അതിനപ്പുറം വേറെ ഒന്നും വേണ്ട. അത്രയും വലിയ ഭക്തരായിരുന്നു. അങ്ങനെയുള്ള ഭക്തന്മാരും സാധാരണ ഭക്തന്മാരെയും ഒരു മധ്യമ അധികാരിക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റും. പക്ഷെ ഉത്തമൻ ഭക്തൻ എങ്ങനെയാ, അവർക്കെല്ലാം ഭഗവാനാണ്. അതിപ്പോ അധമ കുലത്തിലാണെങ്കിലും വലിയ കുലത്തിലാണെങ്കിലും എവിടെ നിന്നാലും അവരതിനെ കുറിച്ച് ചിന്തിക്കണ പോലും. അവരെപ്പോഴും ഭഗവാനെ എങ്ങനെ ഭക്തി ചെയ്യണം എന്ന് മാത്രമേ അവരുടെ ചിന്തയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ആ മഹാഭാഗവതന്മാരിലുള്ള ഒരാളായിരുന്നു ശുകദേവ ബ്രഹ്മർഷി. നമുക്ക് എല്ലാവരും കേട്ടിട്ടുള്ള ഒരു കഥയാണ്. ശുകദേവ ബ്രഹ്മർഷി വ്യാസദേവനെ പോണ സമയത്ത് സ്ത്രീകൾ കുളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. വ്യാസദേവൻ പോണ സമയത്ത് അവർ ഓടി വന്ന് അവരുടെ ഡ്രസ്സ് എല്ലാം എടുത്ത് അവര് നിന്നു. പക്ഷെ ശുകദേവ ബ്രഹ്മർഷി വന്നപ്പോൾ അവരങ്ങോട്ട് ശ്രദ്ധിച്ചേ ഇല്ല. വ്യാസൻ ചോദിക്കുന്നുണ്ട് അവരോട്, എന്തുകൊണ്ട് ഞാൻ വന്നപ്പോൾ നിങ്ങൾ ഇത്രയധികം ശ്രദ്ധയോടുകൂടെ കാര്യങ്ങൾ ചെയ്തു, എന്തുകൊണ്ടാണ് എന്റെ മകനെ കണ്ടപ്പോൾ നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാണ്ടിരുന്നെന്ന് പറയുന്നുണ്ട്, അദ്ദേഹം ഒരിക്കലും ഒരു അങ്ങൊരു ഗൃഹസ്ഥനാണ്. അപ്പൊ അങ്ങേക്ക് അറിയാം എന്താണ് ഒരു സ്ത്രീ, ഒരു പുരുഷൻ എന്ന ഭേദഭാവങ്ങൾ അങ്ങേക്കുണ്ട്. പക്ഷെ ശുകദേവ ബ്രഹ്മർഷി, അദ്ദേഹത്തിന് ഭേദഭാവങ്ങളില്ല, ബ്രഹ്മഭൂതാവസ്ഥയാണ്. എല്ലാം ഭഗവാനല്ലാണ്ട് വേറൊന്നും അവിടെ ഇല്ല. അങ്ങനെയുള്ള ആ വ്യക്തിയെ കാണുമ്പോൾ ഞങ്ങൾക്ക് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അങ്ങയെ കാണുമ്പോൾ അങ്ങനെയല്ല. അതാണ് ശുകദേവ ബ്രഹ്മർഷിയുടെ മഹാഭാഗവതൻ എന്നിവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള ആ മഹാഭാഗവതനിൽ നിന്നാണ് പരീക്ഷിത് മഹാരാജാവ് ദീക്ഷ സ്വീകരിച്ച് ഭഗവാനെ കുറിച്ച് കേൾക്കുന്നത്. അപ്പം നമുക്കൊക്കെ അത്രയും ഭാഗ്യം വേണല്ലേ, അങ്ങനെയുള്ള ഒരു പരമ്പര, അല്ലെങ്കിൽ പ്രഭാത നമുക്കത് കൊണ്ടെത്തിച്ചു തന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഭഗവാനെ കുറിച്ച് അറിയാനായിട്ടുള്ള ഓരോ സമയവും നമുക്ക് തരുന്നത്. അപ്പൊ ഇവിടെ അടുത്ത് പറയുന്നു, ജീവിതത്തിൽ പിന്നീട് ഭഗവത് ഭക്തരായി തീർന്ന നിർവ്യക്തിഗതവാദികളുടെ അഥവാ അമൂർത്തകവാദികളുടെ നിരവധി ദൃഷ്ടാന്തങ്ങൾ അതീന്ദ്രിയ പുരാണ വൃത്തങ്ങളിലുണ്ട്. അപ്പൊ ഭഗവാനെ കുറിച്ച് ഒട്ടും അറിയാത്ത, ഇപ്പൊ നമുക്ക് ശുകദേവ ബ്രഹ്മർഷി തന്നെ ഉദാഹരണമായിട്ട് എടുത്താലേ, ഭഗവാനെ അതേപോലെ തന്നെ നമ്മുടെ ചതുഷ്കുമാരന്മാര്, അവരും അതെ ഭഗവാന്റെ തുളസീദളത്തിൽ ആകർഷകരായിട്ടാണ് ഭഗവാനെ കാണാനായിട്ട്. അത് കാരണം അവരും നിർവ്യക്തിഗതമായിട്ട് തന്നെ ഭഗവാനെ ഉപാസിച്ചിരുന്നവരാ. പക്ഷെ ആ ഭഗവാന്റെ തുളസി ഗ്രന്ഥം ആ നാസാരന്ധ്രങ്ങളിൽ അടിച്ചപ്പോ അവർക്ക് ഭഗവാന് ആ വ്യക്തി രൂപത്തിനോടുള്ള ആ അട്രാക്ഷൻ വരികയാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് അവര് ഭഗവാനെ കുറിച്ച് പഠിക്കുന്നത്. അപ്പോ ഇവിടെ വേറൊരു കാര്യം പറയുന്നത് എന്താന്ന് വെച്ചാല്, വ്യക്തിശൂന്യമായ ഭാവത്തിൽ ആസക്ത ചിത്തരായവർക്ക് പുരോഗമനത്തിന് പ്രയാസമേറും. പുരോഗമനം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഭഗവാനിലേക്ക് അടുക്കാനായിട്ട്. അതായത് വ്യക്തിഗത രൂപത്തിൽ ഭഗവാനെ ആശ്രയിക്കുന്നവരും നിർവ്യക്തിഗത രൂപത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒരിക്കലും അവർക്ക് ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല. അതാണ് പുരോഗമനം. നമ്മൾ ഈ കണ്ട ബ്രഹ്മാണ്ഡ ബ്രഹ്മിതേ കോന ഭാഗ്യവാൻ ജീവ ഗുരു കൃഷ്ണപ്രസാദെ വായു ഭക്തി ലതാ ബീജ എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് പോലെ, ആ ഭഗവാന്റെ ഭക്തി നമുക്ക് ലഭിച്ചാൽ മാത്രമേ നമുക്ക് ഭഗവാനെ കുറിച്ച് അറിയാൻ പറ്റുള്ളൂ.
നമ്മള് വളരെ ധ്യാനത്തിലും യോഗത്തിലും ഇരുന്ന് എന്തോരം കഷ്ടപ്പാടുകളും എത്ര സമയം എടുത്തിട്ടാണ് അല്ലെ ഈ എന്താ പറയാ ഓരോ കാര്യങ്ങളും ചെയ്താലും അവരൊരിക്കലും ഭഗവാനിൽ എത്തണില്ല. അവർക്കൊരു പുരോഗമനം വരണമെന്നുണ്ടെങ്കിൽ ഈ ജന്മമൃത്യു ജരാവ്യാധി എന്നുള്ള ഈ പവർഗത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഭഗവാനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ അവിടേക്ക് എത്താൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, അവരൊരിക്കലും ആ ഒരു വ്യക്തിഗത ഭാവത്തിലേക്ക് എത്താത്തടത്തോളം കാലം അവർക്കൊരു പുരോഗമനം വരുന്നില്ല. അപ്പൊ അവരെന്താവും, തിരിച്ച് കുറെ കഴിയുമ്പോൾ ഈ ഭൗതിക ലോകത്ത് വന്ന് വീണ്ടും ഈ ചെയ്ത പോലെ ഭഗവാന്റെ അനുഗ്രഹം അല്ലെങ്കിൽ ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് അവർക്ക് ഒരു പക്ഷേ അതുപോലെയുള്ള ഒരു സമയം കിട്ടുകയാണെങ്കിൽ ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഭഗവാന്റെ ഗോലോക വൃന്ദാവനത്തിൽ ഭഗവാന്റെ ആ പാദധൂളികൾ ഒരു എന്താ പറയാ ഒരു മൺതരിയായിട്ടെങ്കിലും അവിടെ നിൽക്കാനായിട്ട്, ഭഗവാനെ കാണാനായിട്ടോ, അല്ലെങ്കിൽ ദാസാനു 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 ദാസാന്ന് പറഞ്ഞ ഏതോ ഒരു ഇതിലാണെങ്കിലും നമുക്ക് എത്തിച്ചേരാൻ പറ്റിയാൽ അല്ലെ, അതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ ഇവിടെ പറയണു അപവർഗം അഥവാ മോക്ഷത്തിന്റെ പരിപൂർണാവസ്ഥ എന്ന് വിശേഷിപ്പിക്കുന്നു. ശ്രീമദ് ഭാഗവതം 1:2-12 നാം മുമ്പ് വിശദമാക്കിയതുപോലെ ജ്ഞാനത്താലും പരിത്യാഗത്താലും അത്തരമൊരവസ്ഥ പ്രാപ്തമാക്കുന്നു. ഇവിടെ നമ്മൾ 1:2-12 1:2-9 നമ്മൾ കണ്ടു. ഹരേ കൃഷ്ണ. 1:2-12 എന്താ പറയുന്നതെന്ന് വെച്ചാല് കിം പ്രമത്തസ്യ ബഹുവി പരോക്ഷേ കിം പ്രമത്യസ്യ ബഹുവി പരോക്ഷേർ ഹാനൈഹിക പരം മുഹൂർത്തം വിദിതം ഘടതേ ശ്രേയസേയതഃ. ഈ ലോകത്തെ വർഷങ്ങളോളം ഞാന് ശൂന്യമായി പാഴാക്കി കളയുന്ന ദീർഘമായ ജീവിതത്തിന്റെ മൂല്യം എന്താണ്? പൂർണ്ണ അവബോധത്തോടുള്ള ഒരു നിമിഷമാണ് ശ്രേഷ്ഠം. എന്തുകൊണ്ടെന്നാൽ അത് അവന്റെ പരമമായ താല്പര്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് തുടക്കം കുറിക്കുന്നു. അപ്പൊ ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത് എന്താന്ന് വെച്ചാല്, ഒരു നിമിഷം എങ്കിലും ഭഗവാനെ ശ്രേഷ്ഠമായ ആ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കിയാൽ മതി എന്നാ പറയുന്നത്, പൂർണ്ണ അവബോധത്തോടു കൂടെ. അല്ലാതെ നമ്മൾ വർഷങ്ങളോളം നേരത്തെ പറഞ്ഞ പോലെ നമ്മള് കുറെ സമയം യോഗ ചെയ്തു ധ്യാനം ചെയ്തോണ്ടൊന്നും ഭഗവാനെ കിട്ടില്ല. ഒരു നിമിഷം ശരിക്കുമായിട്ട് ഭഗവാനെ നമ്മള് ആ ശ്രേഷ്ഠതയോടുകൂടെ പൂർണ്ണ അവബോധത്തോടു കൂടെയുള്ള ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുന്നതാണ് ശ്രേഷ്ഠം. എന്തുകൊണ്ടെന്നാൽ അത് അവന്റെ പരമമായ താല്പര്യത്തെ കുറിച്ച് അന്വേഷിക്കുന്നതിന് തുടക്കം കുറിക്കുന്നു. അപ്പോ എത്ര തന്നെ നമ്മള് പുരോഗമനമാണ് എന്ന് പറഞ്ഞാലും ജീവിതത്തിന്റെ ശ്രേഷ്ഠം എന്ന് പറയുന്നത് ശുകദേവ ഗോസ്വാമി പറയണു പൂർണ്ണമായ അവബോധമാണെന്ന്. അപ്പൊ ഇതെല്ലാം അറിഞ്ഞിട്ടുള്ള ഒരാളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്, അല്ലെ നിസ്സാരല്ല അല്ലെ. അപ്പൊ ജീവിതത്തിന്റെ താല്പര്യം എന്ന് പറയുന്നത് ഭഗവാന്റെ ദാസനാണ് ഞാൻ. ആ ഭഗവാന്റെ ദാസനായിരിക്കുന്ന എനിക്ക് ഭഗവാനെ അല്ലാണ്ട് വേറെ ഒരു ആളുടെയും ദാസനാവണ്ട എന്ന് നമ്മൾ മനസ്സിലാക്കി ഭഗവാനിൽ മാത്രം എപ്പോഴാണോ നമ്മുടെ പൂർണ്ണമായ അവബോധം വരുന്നത്, അതാണ് നമ്മളുടെ പുരോഗമനത്തിനുള്ള ഒരേ ഒരു സാധ്യത. അതാണ് ഇവിടെ മറ്റവർക്ക് പുരോഗമനം ഇല്ല, കാരണം അവർ ആ ശ്രേഷ്ഠമായ അല്ലെങ്കിൽ ആ ഭഗവാന്റെ പൂർണ്ണമായ അവബോധത്തിലേക്ക് വരണില്ല. അതിന് നമ്മൾ ചെയ്യേണ്ടതാണ് ദിവ്യനാമം അല്ലെ, ദിവ്യനാമമായ ആ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ ഭഗവാനിലേക്ക് അർപ്പിക്കുക. അപ്പോ എന്താ പറയാ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഭഗവത് ഭക്തനെ നമ്മൾ അവഹേളിക്കാനോ തരം താഴ്ത്തി സംസാരിക്കാനോ, കാരണം എപ്പോഴാണ് ഈ പൂർണ്ണ അവബോധം ആ ഒരാൾക്ക്, ഇപ്പൊ കുറേ നമ്മൾ ചെയ്താലും ചിലപ്പോ ഒന്നും ചെയ്യാണ്ടിരിക്കുന്ന ആളുണ്ടാവും, എപ്പോഴെങ്കിലും അദ്ദേഹത്തിന് ആ ഭഗവാൻ, ഒരു ഭക്തൻ തന്നെ അല്ലാണ്ട് വേറെയുള്ള ആളല്ല, എപ്പോഴാണോ ഭഗവാന്റെ ആ പൂർണ്ണമായിട്ടുള്ള അവബോധത്തിൽ അദ്ദേഹത്തിന് എത്താൻ സാധിക്കുന്നത്, അതോടുകൂടി അദ്ദേഹം രക്ഷപ്പെട്ടു. പിന്നെ അദ്ദേഹത്തിന് ഒരു തിരിഞ്ഞു നോക്കണ്ട. അപ്പൊ ഒരിക്കലും നമ്മൾ ഒരു ഭക്തനെ, അപ്പൊ അതാണ് ഒരു മധ്യമാധികാരിയുടെ ഒരു പ്രത്യേകത. അദ്ദേഹം ഓരോ ഭക്തന്മാരുടെയും ക്വാളിറ്റി അറിഞ്ഞ് അദ്ദേഹത്തിന് പെരുമാറാൻ സാധിക്കും. അങ്ങനെ വരുമ്പോ അവിടെ ഒരിക്കലും ഒരു ഭക്തനെയും അദ്ദേഹം അധിക്ഷേപിക്കുകയോ, കാരണം അദ്ദേഹത്തിന് അറിയാം ചില ആൾക്കാർ നമ്മുടെ കൂടെ തന്നെ വന്നവർ പെട്ടെന്ന് ഉയർന്നു പോണത് നമ്മൾ കാണാം അല്ലെ. അത് എന്ന് വെച്ചാൽ അവർ ആ ഉയർന്ന സ്റ്റേജിൽ വെച്ചിട്ട് മറ്റുള്ള ഭക്തന്മാരോട് മോശമായിട്ട് പെരുമാറിയാൽ അതെന്താവും, അപരാധം.
അപ്പൊ അപരാധങ്ങളൊന്നുമില്ലാണ്ട് ഭഗവാനിലേക്ക് അടുപ്പിക്കാൻ ഒരു മധ്യമ ഭക്തന് സാധിക്കും. കാരണം ഉത്തമ ഭക്തന് ഇതൊന്നും നോക്കണില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? എപ്പോഴും ഭഗവാന്റെ പരമശക്തിയായ ശക്തിയുള്ള ഭഗവാന്റെ കൃഷ്ണന്റെ തന്നെ അവിഭാജ്യ ഘടകമാണ് നമ്മളെന്നും നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഭഗവത് സേവനമാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നേറും. അപ്പോ ഇവിടെ വേറൊരു ഇതില് വിശ്വനാഥ ചക്രവർത്തി പറയുന്നുണ്ട്. അതായത് 15ാമത്തെ സ്കന്ധത്തില് സമയായില്ലേ കൃഷ്ണ അദ്ദേഹം പറഞ്ഞ എന്താ വെച്ചാല് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ വിഷ്ണുവിനെ നമ്മൾ ഭജിക്കേണ്ടത് വർണ്ണാശ്രമ ധർമ്മത്തിനനുസരിച്ചിട്ടായിരിക്കും. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളിപ്പോ പൊതുവേ കേട്ടിട്ടുണ്ടല്ലേ, ഇതെല്ലാം മാറിയിട്ട് ഒരു എന്താ പറയാ മതങ്ങളുടെ അടിസ്ഥാനം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പൊ നമ്മൾ കേൾക്കുന്നത്. പക്ഷെ ബ്രാഹ്മണര്, ക്ഷത്രിയര്, വൈശ്യര്, ശൂദ്രര് അവരെങ്ങനെ വേണം? ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, സന്യാസി അതെങ്ങനെ ആയിത്തീരുന്നു എന്ന് പഠിപ്പിക്കാൻ പറ്റിയ ഒരു ഇത് നമ്മുടെ ഇല്ല. അതായത് നമ്മുടെ പൊതുവെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൃഷ്ണാവബോധത്തിലല്ല പറയണത്, പൊതുവെ അല്ലാണ്ടുള്ളതിലില്ല. അപ്പൊ അവരെന്ത് പറയണു? അവര് പറയണത് ഇതെല്ലാം എന്താ പറയാ വർണ്ണാശ്രമ ധർമ്മങ്ങൾ അനുസരിച്ചിട്ട് പരിശീലിപ്പിക്കാത്തത് കൊണ്ട് ധർമ്മത്തിനെ കുറിച്ചുള്ള ജനങ്ങൾക്ക് അവജ്ഞയാണ്. അവർക്ക് ആ പൂർണ്ണ ബോധം ഇല്ലാത്തത് കൊണ്ട് അവരെന്താവുന്നു? അവര് എല്ലാം താറുമാറാക്കുക ചെയ്യണം. അപ്പൊ അവരെന്ത് പറയുന്നു? അസുരന്മാരായതുകൊണ്ട് അവര് വർണ്ണരഹിതമായ സമൂഹം, ഏകത്വം എന്ന് പറയുന്ന വർണ്ണരഹിതമായ സമൂഹം അവരുദ്ദേശിക്കുമ്പോൾ അത് ശരിയായ വിധത്തിലല്ല എന്ന് നമുക്ക് പ്രഭുപാദ പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് എന്താണ്? വർണ്ണാശ്രമാചാരവതാ പുരുഷേണ പരപുമാൻ വിഷ്ണു ആരാധ്യതേ പന്ഥാ നാണ്യത്ത ദോഷകാരണം എന്ന് വിഷ്ണു പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പ്രഭുപാദ പറയുന്നു. അപ്പോ ഭഗവാനെ വർണ്ണാശ്രമത്തിൽ കൂടെ, അതായത് അവരവരുടെ കർമ്മത്തിനനുസരിച്ച് ധർമ്മത്തിനനുസരിച്ചിട്ട് ഭഗവത് ഭക്തിയോടുകൂടെ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ കൂടെ നമുക്ക് ഭഗവാനിലേക്ക് മോക്ഷപ്രാപ്തിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അല്ലാതെ ഇപ്പോ എന്താ കാണുന്നത്? ഒരു യോഗ്യതയും ഇല്ലാത്തവര് കയറിയിരുന്ന് ഭഗവാന്റെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുക. ഓ, ഒരു ഇതിൽ കേട്ടതാ, കഷ്ടം തോന്നി കേട്ടിട്ട്. നാരായണീയത്തിനെ കുറിച്ച് പറയണതാണ്. അതായത് ആയുരാരോഗ്യ സൗഖ്യം കിട്ടാനായിട്ടാണ് ഭാഗവതം പഠിക്കേണ്ടത്. അപ്പൊ അങ്ങനെയൊക്കെ അവർ പറഞ്ഞു തരുമ്പോ ഭാഗവതത്തിന്റെ മഹത്വത്തിനെ പോലും ഇല്ലാണ്ടാക്കാണ് അവിടെ ചെയ്യണത് അല്ലെ. കാരണം എന്താന്ന് വെച്ചാൽ അദ്ദേഹം അറിഞ്ഞതായിരിക്കും അദ്ദേഹം പറയണത്. പക്ഷെ നമ്മളൊരു സമൂഹത്തിനെ വഴിതെറ്റിക്കുകയാണ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വർണ്ണാശ്രമ ധർമ്മം തന്നെ പാഴായി പോണു. എന്നാൽ ശരിയായിട്ടുള്ള വർണ്ണാശ്രമ ധർമ്മം നമുക്ക് നടത്താൻ സാധിക്കുന്നത് എങ്ങനെയാണ്? കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിൽ. ആ കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിലൂടെ ലോകമെമ്പാടും നമ്മൾക്ക് ഈ ഭഗവാന്റെ ചരിത്രത്തിനെ കുറിച്ച് കൊടുക്കാൻ സാധിച്ചാൽ, ആ വർണ്ണാശ്രമ ധർമ്മം നിലനിന്നാൽ, നമ്മൾ പറയുന്ന വർണ്ണാശ്രമ ധർമ്മം എന്താ? അവരവരുടെ ഒരു ചണ്ടാളനായാൽ കൂടെ ഭഗവാന്റെ ഭക്തനായാൽ അയാളെ ബ്രാഹ്മണനായിട്ട് വൈഷ്ണവനായിട്ട് കണക്കാക്കാം അല്ലെ. അങ്ങനെയാണ് നമുക്ക് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു തരുന്നത്. അല്ലാണ്ട് ജന്മം കൊണ്ടല്ല, ധർമ്മം കൊണ്ടാണ് അല്ലെ നമ്മള് ആശ്രമങ്ങളെ പറയുന്നത്. അത് മനസ്സിലാക്കാൻ ഇന്നത്തെ സമൂഹത്തിന് കഴിയണില്ല. ആ ച്യുതിയാണ് നമ്മൾ ഈ കാണുന്ന എല്ലാ തരത്തിലുള്ള പവർഗങ്ങൾക്കും കാരണം. അതുകൊണ്ട് ഭഗവാന്റെ ഭക്തരായി തീരാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ഈ പ്രഭുപാദ പറയണ ഈ മിഷൻ നമുക്ക് എല്ലാവർക്കും കൃഷ്ണാവബോധം എത്തിക്കാനും പ്രഭുപാദം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പഞ്ചകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവൃന്ദിക്ക് ജയ്. ശീല പ്രഭുപാദിക്ക് ജയ്. ശീല ജയ്. നിതായ ഗൗര പ്രമാനന്ദേ. എല്ലാ വൈഷ്ണവർക്കും എന്റെ പ്രണാമം. എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നല്ല കാശാണെന്ന് ഹരേ കൃഷ്ണ. താങ്ക് യു. ഭഗവാന്റെ അനുഗ്രഹം, ഭക്തന്മാരുടെ പ്രഭുപാദയുടെ നല്ല ക്ലാസ് ആയിരുന്നു. ഹരേ കൃഷ്ണ മാതാജി. ദണ്ഡോത്തന മാതാജി, ഒരു കാര്യം ചോദിച്ചോട്ടെ. അപ്പൊ മാതാജി, ഹരേ ഇപ്പൊ കൃഷ്ണ. മാതാജി നാരായണീയത്തെ പറ്റി പറഞ്ഞു. അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ ഒരു അറിവ് കുറവുകൊണ്ട് ചോദിക്കുകയാണ്. മാതാജി ഒന്ന് അത് ശരിക്കും പറഞ്ഞതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഭാഗവതം സപ്താഹമൊന്നും നമ്മള് ശരിക്കും കേൾക്കാൻ പാടില്ല അല്ലെ മാതാജി? അങ്ങനെയാണ് പ്രഭുപാദം നമുക്ക് പറഞ്ഞിട്ടുണ്ട്. സർപ്പോച്ചിഷ്ടം അതുപോലെയാണ്. പാലിൽ എങ്ങനെയാണ് ഒരു സർപ്പത്തിന്റെ ഇത് വീഴുന്നത്, അതുപോലെയാണ് നമ്മൾ അഭക്തരിൽ നിന്ന് ഭാഗവതം ക്ഷേപിക്കുന്നതെന്നാണ് പ്രഭുപാദം നമുക്ക് പറഞ്ഞത്. അതന്നെ മാതാജി. ഞങ്ങളുടെ അവിടെ ഒരു സ്ഥലത്ത് 7 ദിവസം പരിപാടിയായിരുന്നു. ഞാനൊരു 2-3 ദിവസം പോയി. അന്ന് ഞാൻ കൃഷ്ണാവബോധത്തിൽ ശരിക്ക്
ഒരു വന്നിട്ട് ഒരു 2-3-4 മാസമായിട്ടുണ്ടായുള്ളൂ. അപ്പൊ അവിടുത്തെ ആ ആചാര്യൻ, അത് നടത്തുന്ന ആചാര്യൻ, ഞാൻ പറയുന്നതിൽ തെറ്റ് നിങ്ങൾ ക്ഷമിക്കണം, ആ ആചാര്യൻ ഗുരുവായൂരത്തെ മേൽശാന്തി അത്രേ, ഗുരുവായൂർ അമ്പലത്തിലെ മെയിൻ പൂജാരിയാണ്. ആ പൂജാരിയുടെ 7 ദിവസത്തെ ഈ പരിപാടിക്ക് 1.25 ലക്ഷം രൂപയാന്ന് പറഞ്ഞിട്ട് എന്നോട് ഒരു കൂട്ടുകാരൻ, എൻ്റെ ഒരു ആള് പറഞ്ഞു, ഒന്ന് വായോ കേൾക്കാം, നമുക്ക് ഭഗവാന്റെ ഇതിലൊക്കെ നിങ്ങളുള്ളതല്ലേ, വായോ കേൾക്കാന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളത് പോയി കേൾക്കുന്നത്, അത്രയും വലിയൊരു സംഖ്യ വാങ്ങിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേൾക്കുന്നത് നമ്മൾ കേൾക്കാൻ പാടില്ല ശരിക്കും, മാതാജി? അതെ പ്രഭു, അങ്ങനെയാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതന്നെ അതായത് കേൾക്കാൻ പാടില്ല എന്ന് പറയുന്നത് നമ്മൾ പാടില്ലെന്നല്ല, ഭക്തന്മാരിൽ നിന്ന് പക്ഷെ കേൾക്കണം. അവര് അതെ അതെ. അതാണ്. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. കാരണം നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവും പ്രഭു. നമ്മളിവിടെ തീർച്ചയായിട്ടും, നമ്മൾ തീർച്ചയായിട്ടും, കേട്ടിട്ട് അവിടെ തീർച്ചയായിട്ടും. കേൾക്കുമ്പോഴാണ് അവർ പറയണതിൽ എത്രയും ഭഗവാനെ മോശം, അതായത് ഭഗവാനെ അവർ മനസ്സിലാക്കാണ്ടാണ് പറയണേന്നുള്ളത് നമുക്ക് നമ്മള് ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ ക്ലാസ്സിൽ കൂടെ കേൾക്കുമ്പോഴും കൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ഭഗവാനെ കുറിച്ച്. തീർച്ചയായിട്ടും, അതാണ്. തീർച്ചയായിട്ടും മാതാജി, ഹരേ തീർച്ചയായിട്ടും. കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. പ്രണാമം മാതാജി. നല്ല ക്ലാസ് ആയിരുന്നു മാതാജി. പതിവ് പോലെ തന്നെ നല്ല ക്ലാസ്, വളരെ ഹരേ കൃഷ്ണ സൗമ്യമായിട്ടുള്ള മാതാജി. ക്ലാസ് മാതാജിയുടെ. മാതാജി, ഇത് നമ്മള് വേറെ ഭക്തന്മാരിൽ നിന്ന് എന്ന് പറയുമ്പോൾ നമ്മൾ പരമ്പരയിൽ നിന്ന് വരുന്ന ഭക്തന്മാരിൽ നിന്ന് വേണം അതെ കേൾക്കാൻ. അതെ അതാണ് അതെ 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 മാതാജി. മറ്റുള്ള ചിലപ്പോ ഭക്തനായിരിക്കാം, നമുക്ക് ഭഗവാന്റെ ഭക്തനായിരിക്കാം, പക്ഷെ നമ്മളെപ്പോഴും ആ പരമ്പരയില് നമ്മൾ നിക്കണം എന്നാണ് പ്രഭുപാദ് പറഞ്ഞു തന്നിട്ടുള്ളത്, അല്ലേ മാതാജി? അതെ 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 പ്രഭു. മാതാജി ഹരേ കൃഷ്ണ. അതെ മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു ക്ഷമിക്കണം, മാതാജി. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ. ഉദ്ദേശിച്ചത് അതൊക്കെ, പക്ഷെ പറഞ്ഞില്ലെങ്കിൽ ക്ഷമിക്കണം മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. പ്രണാമം. എല്ലാവർക്കും പ്രണാമം. എല്ലാ ആചാര്യന്മാരും അങ്ങനെയായിരിക്കും മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ മാതാജി. പ്രണാം മാതാജി. ഹരേ കൃഷ്ണ. സൂപ്പർ ക്ലാസ് ആയിരുന്നു. നന്ദി ഹരേ കൃഷ്ണ പ്രഭു. പ്രണാമം. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. സത്യം പറഞ്ഞാൽ എനിക്കിന്ന് പറഞ്ഞു തരാൻ പറ്റുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. തീരെ സുഖമുണ്ടായിരുന്നില്ല. ആകെ തലയൊക്കെ ഒരു മാതിരി. അപ്പൊ അവസാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ ക്ലാസ് മുടക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചു കൃഷ്ണ എന്തെങ്കിലും പറഞ്ഞോളേ എന്ന് പറഞ്ഞിരുന്നതാണ്. ഭഗവാന്റെ അനുഗ്രഹം പറയാൻ എന്തൊക്കെയോ പറയാൻ പറ്റി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. നമുക്ക് നിർത്താല്ലേ പ്രഭു? മാതാജി പോയോ? ഹരേ കൃഷ്ണ മാജി. ഹരേ കൃഷ്ണ. നമുക്ക് നിർത്താം മാതാജി എന്നാല്. താങ്ക് യു മാജി. താങ്ക് യു സോ മച്ച്. വേറെ ഒന്നും ചോദ്യങ്ങളില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നിർത്താം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാജി. താങ്ക് യു സോ മച്ച് മാജി. ഹരേ കൃഷ്ണ. ഒരു ചെറിയ ഒരു സന്തോഷ വാർത്ത കൂടെ പറയാനുണ്ട്. നാളെ നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രം ഡിവോട്ടീസുമായ പത്തപ്പാൻ പ്രഭുവിന്റെയും ദ്വാരക മാജിയുടെയും മോനായ നയനബ്രാമിന്റെ ഉപനയനമാണ്. അപ്പൊ എല്ലാ ഡിവോട്ടീസും മോന് വേണ്ടി പ്രാർത്ഥിക്കണം. നാളെയാണ്. അപ്പൊ മോന്റെ ഭക്തിയുത ഭഗവത് സേവനത്തിന്റെ ഉന്നമതിക്കായിട്ട് എല്ലാ ഡിവോട്ടീസും മോന് വേണ്ടി പ്രാർത്ഥിക്കണം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഇപ്പൊ തന്നെ ഒന്ന് പ്രാർത്ഥിക്കാല്ലേ മാതാജി? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഹരേ. ഹരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ കൃഷ്ണ. മാതാജി. താങ്ക് യു മാതാജി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. പ്രണാമം. താങ്ക് യു കൃഷ്ണ. മാതാജി. എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ക്ലോസ് ചെയ്യണേ മാജി. ഹരേ കൃഷ്ണ മാതാജി. പറയണം. 8-ാം തീയതിയല്ലേ കാലചക്രപ്രഭു വരുന്നു പറഞ്ഞ? അല്ല മാജി, സോറി മാജി, അത് വിട്ടുപോയി. അതൊരു ചേഞ്ച് ഉണ്ട്. പ്രഭുവിന് വേറെ 1-2 ആവശ്യമായിട്ട് പ്രഭു വരുന്നത് 15-ാം തീയതി തൊട്ടാണ് പ്രഭുവിന്റെ ക്ലാസ്. പ്രഭു 1 വീക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഷെഡ്യൂൾ എല്ലാം ഇന്ന് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. പ്രഭു 15 തൊട്ടാണ് 24 വരെ ട്രിവാൻഡ്രത്തുണ്ടാവും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.